അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് അമ്പലത്തിൽ പോകണം കേട്ടോ. അപ്പോൾ കാർത്തിക് ഒറ്റയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അമ്മായി വിളിച്ചിട്ടും പോടില്ല കേട്ടോ. നമ്മൾ ശ്രീകുട്ടി വേദുമോളൊക്കെ താഴ്ത്തിട്ട് ഇപ്പം ഞാൻ അമ്മേനോട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഇവിടെ ആയിട്ട് റൂം എടുത്ത് നിന്നതും രാത്രിയിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ ചായ കുടിക്കാൻ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെ ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ചായ കുടിക്കാൻ കേട്ടോ. ചെറിയ കട കേട്ടോ. പിന്നെ അമ്മ മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ ചേച്ചിയോട് കുറേ സംശയമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഫോണൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നൊക്കെ. പിന്നെ അവിടെ ചായയും കടി നിർത്താൻ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഏട്ടനായിട്ട് ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. പിന്നെ മക്കൾക്കൊന്നും വേണ്ടെന്ന് അവരെല്ലാവരെയും കൊണ്ട് ഞങ്ങൾ കഴിപ്പിച്ചിട്ടോ. അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് എപ്പോഴാണ് പോരാന്നറിയില്ലല്ലോ. ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ ഈ അമ്പലത്തേക്ക് പോകണം കേട്ടോ. എല്ലാവരും നല്ല തരുന്നവരുണ്ട്. പിന്നെ ഈ ഞങ്ങൾ നിൽക്കുന്ന അടുത്ത് തന്നെ കേട്ടോ ഈ അമ്പലം ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഇന്നലെ നല്ലോണം നടന്ന് ഒരു 5 കിലോമീറ്റർ വരെ നടന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് അറിയില്ല എത്ര അടുത്തായിരുന്നു ഉണ്ടെന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ മുന്തി തള്ളിയിട്ടോ കുറേ ആൾക്കാർ പോകുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത് കാവടിക്കുള്ള കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ട് മുടി വെട്ടുന്ന സ്ഥലത്തേക്ക് കേട്ടോ. ആ മുടിയൊക്കെ ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വെട്ടി. ഓനെ കൊണ്ട് വലിയ അലമ്പൊന്നുമില്ലെന്ന് കേട്ടോ. എല്ലാവരും പറഞ്ഞത് ചെയ്ത് നല്ല കുട്ടിയാണല്ലോ. പിന്നെ വേദുമോക്കും വെട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ വെട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇയാൾക്ക് ഞങ്ങൾ പൈസ കൊടുത്തപ്പോൾ അത് പോരെങ്കിലും വേണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പൈസ കൊടുത്ത് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലൊന്നും കയറിയില്ല കേട്ടോ. അമ്മയോടൊക്കെ പോയത് കേട്ടോ. പിന്നെ ആ സ്ത്രീകുട്ടിക്കൊന്നും തിരെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ കാലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുറേ സാധനം വാങ്ങിക്കൊണ്ടിരുന്നു. ഒക്കെ കൂടി കുത്തി നിറക്കിയിട്ടോ കവറിലൊക്കെ. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആദ്യം പോകുന്നത് ഇനി ഫുഡ് കഴിക്കാനാണ്. നല്ല ഹോട്ടൽ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾ ബിരിയാണി കേട്ടോ പറഞ്ഞത്. അമ്മയും ഡ്രൈവറും ഊണ് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബിരിയാണി പറഞ്ഞു. അത് അടിപൊളി ബിരിയാണി കേട്ടോ. മുട്ട ബിരിയാണി. ഇതാ കാർത്തികോട്ടനൊക്കെ ഞങ്ങൾ കൊടുത്തതിന് ശേഷം എല്ലാവരും നല്ല കേക്കില്ലായിരുന്നു കേട്ടോ. നോൽമ്പല്ലായിരുന്നു ഇത്ര ദിവസം. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഫോട്ടോ അടിച്ചു. കാർത്തികോട്ടൻ്റെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ചോറ് കളിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഒന്ന് പോകുന്നു. എല്ലാവർക്കും ഒരു ഉച്ചയുറക്കം എനിക്കും അമ്മയ്ക്കും കാർത്തികൊക്കെ പതിവാട്ടോ. വേദുമോളുണ്ട് മുന്നിൽ കടന്നുറങ്ങുന്നുണ്ട്. കാർത്തികൊക്കെ ഉറക്കം വന്ന് തിരക്കുണ്ടപ്പോൾ എല്ലാവരും വാങ്ങി കുടിച്ച്. പിന്നെ അവിടെ നിന്ന് പോകുന്നത് പാലക്കാട് ഫസ്റ്റ് പിന്നെ ഒരു ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. കാരണം നേരെ പോകുന്നത് ഞങ്ങോട്ടാണ് കേട്ടോ. ഏതായാലും വന്നല്ലോ അങ്ങോട്ട് പോകുന്നതാണ്. ഞങ്ങൾ പോയത് നട്ടുച്ചയ്ക്കാണ് കേട്ടോ പോയത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ടിക്കറ്റ് ഒക്കെ ഞങ്ങൾ കയറി. ഇവിടെ മീൻ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ആ കറങ്ങുന്ന സംഭവം കണ്ടില്ല. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഞങ്ങൾ എടുത്തുനിന്ന് അങ്ങനെ ഫോട്ടോ എല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉള്ളൂ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ആർച്ച് പോലെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് ഏട്ടനും ചേച്ചിക്കൊക്കെ. അതേപോലെ വീട് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അധികം പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ട്. ആനേനെയും അരയന്നത്തിൻ്റെയും ഒച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കുന്ന നിർബന്ധമാണ്. പിന്നെ ഞങ്ങളെന്താ കോളിഫ്ലവറും ചായ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജ്യൂസ് പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞത്. ഞങ്ങൾ മാമ, പിന്നെ അമ്മായി, വേദുമോള്, ഏട്ടൻ, പിന്നെ അമ്മയും ശ്രീകുട്ടിയുണ്ടോ. എന്തൊക്കെയാണ് പറയുന്നത് തൊട്ടിപ്പുറത്ത് തന്നെ കേട്ടോ. പാലക്കാട് ഫെസ്റ്റിവലുടെ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഏട്ടൻ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നല്ല ടിക്കറ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഇപ്പോൾ പറയുന്നത് നല്ല തിരക്കായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഏട്ടൻ ടിക്കറ്റിന് വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറണം. പിന്നെ ടിക്കറ്റൊക്കെ കൊടുത്തതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഓരോ സംഭവം സെറ്റാക്കി വെച്ചത്. പിന്നെ മക്കളൊന്നും ഇവിടെ നിന്ന് പോകുന്നില്ലായിരുന്നു. കാരണം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. മക്കൾക്ക് എന്നല്ല നമുക്ക് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ. ഓരോ സംഭവം സെറ്റാക്കിയത്. പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ തേള് അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ പോരുന്നത് വെള്ളത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ. ഞങ്ങൾ മെല്ലനെ ഇറങ്ങി. അപ്പുറത്ത് ജിറാഫിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോവാം കേട്ടോ. നല്ല ആൾക്കാർ തന്നെ പറയുന്നതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല വൈബ് തന്നെ. മക്കളൊക്കെ ഭയങ്കര കളിയിലാണ്. ഏത് മോളുണ്ടെന്നുണ്ട് അപ്പുറത്ത്. ഞങ്ങൾ ആ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം നിന്ന് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് ഇങ്ങോട്ട് ഇവിടെ ഇരുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ വെള്ളത്തിന് വേറെ സംഭവങ്ങൾ സെറ്റാക്കിയത്. പക്ഷേ ഇവിടെയൊക്കെ നല്ല ചീറ്റലടിക്കും കേട്ടോ. ഏട്ടനും കാർത്തികോട്ടനും അമ്മേനെയും പോലൊക്കെ നോക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഇതിനോട് ഒരു കപ്പിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ ഉന്തുന്ന വെള്ളമാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ലേ. പിന്നെ ഇവിടെ ഒരു രക്ഷയില്ല, നല്ല രസമുണ്ടെന്ന്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ രാത്രി ആയിട്ട് ഇതിന് മെയിൻ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആവും. അതുപോലെ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ പ്രദർശനമാണ്. പിന്നെ ഓലൊക്കെ വേഗം ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. കാരണം നല്ല മേലിൽ വെള്ളം നിറയ്ക്കുക.
പിന്നെ അവിടുന്ന് മക്കളൊക്കെ ഇതാ ഈ ബോൾ കളിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇവർ ഇവിടുന്ന് വരുന്നതന്നെയല്ല, ഇവരെ കളിക്കാൻ വിട്ടത് തന്നെ ഒരു അബദ്ധമായി പോയി തോന്നി. ഇനി ഞങ്ങൾ 3 അവിടുന്ന് കൊണ്ടുവന്നിട്ടോ. ഇവരും കരച്ചിലായിരുന്നു, പക്ഷേ ഞങ്ങളതൊന്നും വക വെച്ചില്ല. പിന്നെ ഞങ്ങളവിടെ കാർണിവൽ കാണിച്ചു തരുമ്പോൾ അങ്ങോട്ട് പോയതാട്ടോ. അതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഞങ്ങളിതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷമായിട്ട് ഞങ്ങളങ്ങനെ പോരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നേരെ ഞങ്ങൾ ചുരം ഇറങ്ങി കേട്ടോ. കുറേ ക്ലിപ്പ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലേ, കാരണം എല്ലാവരും ഫോണും ഇങ്ങനെ ഓഫായി. ഞങ്ങൾ നേരെ പോണത് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും നല്ല വിശക്കട്ടെ. ഞങ്ങൾ നല്ലൊരു ഹോട്ടലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. പക്ഷേ ഈ ഹോട്ടലിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കാനും പറ്റി. പിന്നെ ഏട്ടനും എല്ലാവർക്കും ചോദിക്കുന്നത് എന്താ വേണ്ടതെന്നുള്ളത്. ഞങ്ങൾ അവരൊന്നും ഓർഡറൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.